16-ാം തീയതി രാവിലെ 8:45 മണ്ണിടിച്ചിൽ. അതിൽ അർജുനെ നഷ്ടപ്പെടുന്ന വാർത്ത പുറം ലോകം അറിയുന്നത് 10 മണിക്ക് ശേഷം. 11 മണി മുതൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നു. 16-ാം തീയതി, 17-ാം തീയതി, 18-ാം തീയതി വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമല്ല നടക്കുന്നത്. 2-3 ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു. ഒരു തരത്തിലും എത്ര ആളുകൾ പോയി, മിസ്സിംഗ് ആയവരാരാണ്, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ കിട്ടുന്നില്ല. 4 പേരുടെ മൃതശരീരം കിട്ടുന്നു. പിന്നീട് 3 പേരുടെ മൃതശരീരം കൂടി കണ്ടെത്തുന്നു. അർജുനു വേണ്ടി അങ്കോള പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി നൽകുന്നു. കാര്യമായ റെസ്പോൺസ് ഉണ്ടാവുന്നില്ല. തുടർന്ന് മാധ്യമങ്ങൾ ആ വിഷയം ഏറ്റെടുക്കുന്നു. കേരള സർക്കാരും ഒപ്പം തന്നെ കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതാക്കളും ആ വിഷയം ഏറ്റെടുക്കുന്നു. MP MK രാഘവൻ അടക്കമുള്ളവർ ആ വിഷയത്തിൽ ഇടപെടുന്നു. അന്വേഷണത്തിന് വേഗം വരുന്നത് 16, 17, 18, 19-ാം തീയതി. 18-ാം തീയതി മുതൽ അന്വേഷണം കുറച്ചുകൂടി വേഗത്തിലാവുന്നു. രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ മെഷീനുകൾ എത്തിത്തുടങ്ങുന്നു. 19-ാം തീയതി റിപ്പോർട്ട് അടക്കമുള്ള സംഘങ്ങളും അവിടെ എത്തുന്നു. അതിനുശേഷം തെരച്ചിൽ വളരെ ശക്തമായി നമ്മൾ മുന്നിൽ കാണുന്നു. സമ്മർദ്ദമേറുന്നു. മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഉണ്ടാവുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ 21-ാം തീയതി ഞായറാഴ്ച മുതൽ എന്താണ് സംഭവിച്ചത്? റിപ്പോർട്ടർ TV അവിടെ എത്തിയ ദിവസം മുതൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മിച്ചെടുത്താൽ 20-ാം തീയതി വരെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അവിടെ ഒരു സിംഗിൾ എൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. NDRF അവിടെ ഉണ്ടായിരുന്നു, SDRF ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ഏകോപിപ്പിക്കേണ്ട ജില്ലാ നേതൃത്വം ഓഫീസ് ടൈം പോലെ പ്രവർത്തിച്ച് മടങ്ങിപ്പോകുന്നതാണ് കണ്ടത്. കാര്യമായ ഒരു ും അവരുണ്ടാക്കിയില്ല. ഏത് ഡയറക്ഷനിൽ എങ്ങോട്ട് പോകണം എന്ന് പോലും അറിയില്ല. ചില സിവിലിയൻ റെസ്ക്യൂ പ്രവർത്തകരുടെ വാക്കുകൾ മാത്രം കേട്ടാണ് അവർ പ്രവർത്തിച്ചത്. 21-ാം തീയതി ജൂലൈ ഞായറാഴ്ച സൈന്യം എത്തിയതോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി ട്രാക്കിലേക്ക് വരുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 കനത്ത മഴയിൽ ഷിരൂര് സന്ദർശിക്കുന്നു. ഈ സംഭവത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നു. ഒപ്പം തന്നെ കാണാതായ മറ്റ് 4 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലിന് വേണ്ടി അന്വേഷണം കൊടുക്കുന്നു. IBയിൽ വെച്ച് സിദ്ധരാമയ്യയും ഒപ്പം റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണബൈരഗൌഡയും നമ്മളുമായി സംസാരിക്കുന്നു. ആ സംസാരിച്ചതിൽ നിന്ന് സംഭവത്തിൻ്റെ ഗൗരവം ബോധ്യമായി. കേരളത്തിലെ മാധ്യമങ്ങളടക്കം ആ വിഷയം തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതോടുകൂടി രക്ഷാദൗത്യത്തിന് കുറച്ചുകൂടി വേഗത വർദ്ധിക്കുന്നു. നേരിട്ട് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ശിരൂരിലെ കാർവാറിലെ MLA ആയ സുനിൽ കൃഷ്ണ സെയിലിനോട് ആവശ്യപ്പെടുന്നു. മംഗള ദൗത്യയെ പ്രത്യേക ചുമതല ഏൽപ്പിക്കുന്നു അവിടുത്തെ മന്ത്രി. അതിനുശേഷം 22-ാം തീയതി നമ്മൾ കാണുന്നത് അത്യാധുനിക റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. പരിശോധനയ്ക്ക് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ആർമിയുടെ യൂണിറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗം കൊണ്ടുവരുന്നു. അവിടെയും സംഭവിച്ച ആദ്യത്തെ പിഴവ്, ആദ്യം ആർമിയെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ബൽഗാമിലുള്ള 60 അംഗ ആർമിയുടെ ഇൻഫൻട്രി ബറ്റാലിയനാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ വേണ്ടത്ര എക്യുപ്മെൻസുകൾ ഉണ്ടായിരുന്നില്ല. അവർ നിസ്സഹായരായിരുന്നു. 22-ാം തീയതി അവരുടെ ആവശ്യാർത്ഥം ബൽഗാമിൽ നിന്ന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ളവർ അത്യാധുനിക ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുമായി എത്തുന്നു. പക്ഷേ 500 കൂടുതലുള്ള മലനിരകളിൽ ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ തെറ്റായ മെസ്സേജുകൾ നൽകും. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ റോഡിൻ്റെ ഇടതുവശത്ത് നടത്തിയ തെരച്ചിലിൽ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ചില സിഗ്നലുകൾ കാണിച്ചുവെങ്കിലും ആ സിഗ്നലുകൾ പരാജയപ്പെട്ടു പോകുന്നു. 8 മീറ്റർ ആഴത്തിൽ 2 റഡാർ സിഗ്നൽ നൽകിയതായി ആർമി അറിയിച്ചു. അവിടെ നടത്തിയ പരിശോധനയിൽ വലിയ കല്ലുകൾ, 500 അടങ്ങിയിരിക്കുന്ന കല്ലുകളും മണ്ണിൻ്റെ പ്രതലവുമാണ് കണ്ടത്. ലോറിയല്ല തെളിഞ്ഞത് എന്നതിൽ വീണ്ടും നിരാശയുണ്ടാവുന്നു. 23-ാം തീയതി ജൂലൈ ചൊവ്വാഴ്ചയാകുമ്പോഴേക്കും അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. ഒരു കാര്യം അവർ ഉറപ്പിക്കുന്നു: കരയിൽ അർജുൻ്റെ ലോറി ഇല്ല എന്ന ഉറപ്പിലേക്ക് സൈന്യം എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ISROയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്താൻ നേവിയും തീരുമാനിക്കുന്നു. ISROയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നേവിക്ക് കൈമാറുന്നു. അതോടുകൂടി MLA മുൻകൈ എടുത്തു തന്നെ, കാർവാർ MLA സുനിൽ കൃഷ്ണ സെയിൽ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസിലേക്ക് വരുന്ന ബൂം എക്സ്കവേറ്ററുകൾ കൊണ്ടുവരുന്നതിനുള്ള തീരുമാനമെടുക്കുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി, ഇന്നലെ ഉച്ചയോടുകൂടി ബൽഗാവിൽ നിന്ന് പുറപ്പെട്ട ലോങ് റേഞ്ച് എക്സ്കവേറ്ററുകൾ, ബൂം എക്സ്കവേറ്ററുകൾ അവിടെ എത്തുന്നു. 60 അടി നീളത്തിൽ മണ്ണ് മാറ്റാൻ ശേഷിയുള്ള ലോങ് റേഞ്ച് ബൂം എക്സ്കവേറ്ററുകളാണ് അവിടെ എത്തുന്നത്. തീരത്തോട് ചേർന്ന് റഡാറിൻ്റെ സിഗ്നൽ ആർമിയുടെ എഞ്ചിനീയറിംഗ് യൂണിറ്റിന് കിട്ടുന്നു. സോണാർ പരിശോധനയിലും സിഗ്നൽ ഏകദേശം ആ സ്ഥലത്ത് കിട്ടുന്നതോടുകൂടി തെരച്ചിൽ ഊർജിതമാക്കുന്നു. അങ്ങനെ നേരത്തെ റിപ്പോർട്ടർ TV തന്നെ ഉത്കലിലെ NIT പ്രൊഫസർ ശ്രീവത്സലയുടെ സഹായത്തോടുകൂടി തയ്യാറാക്കിയ അനലിറ്റിക്സ് മോഡലിൽ കണ്ടതുപോലെ 120 മീറ്ററോളം ഏകദേശം ലോറി പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും തീരത്തു നിന്നും ഏകദേശം 20 മീറ്റർ അകലെ
ലോറിയുടെ സാന്നിധ്യമെന്ന് കരുതുന്ന ലോഹവസ്തു കണ്ടെത്തുന്നു. സിഗ്നലുകൾ കണ്ടെത്തിയത് ഒരേയിടത്താണ് എന്നുള്ളത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു. കണ്ടെത്തേണ്ടത് ഇനി ലോറിയാണ്, പക്ഷേ അതിലൊരു ഫിസിക്കലായിട്ടുള്ള വെരിഫിക്കേഷൻ വേണം. ആ തെരച്ചിൽ നടക്കുകയാണ്. ഇതാണ് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നടന്ന പ്രവർത്തനങ്ങൾ. ഞായറാഴ്ചയ്ക്ക് മുമ്പ് നടന്നതാവട്ടെ അത്യന്തം ദയനീയമായ ഏകോപനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം അവിടെ ഏകോപിപ്പിക്കാൻ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സിസ്റ്റത്തെ ഏകോപിപ്പിക്കുന്നത് നാളെ മുതൽ ഇന്ദ്രബാലനായിരിക്കും. ഇന്ദ്രബാലൻ NDRFൽ നിന്ന് റിട്ടയർ ചെയ്ത മിലിറ്ററി എഞ്ചിനീയറിംഗ് കോർപ്സിലെ പഴയ റിട്ടയർഡ് മേജറാണ്. അദ്ദേഹം നമുക്കൊപ്പം നാളെയും ഈ വിവരങ്ങൾ നൽകാനെത്തും. അദ്ദേഹം കൊണ്ടുവരുന്നത് അത്യാധുനിക ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ആയിരിക്കും ഇന്ദ്രബാലൻ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. അതുപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ആഴത്തിൽ ഈ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനം പൊസിഷനിങ് നിശ്ചയിക്കാൻ സാധിക്കും. അത് ഡൈവേഴ്സിന് ഗുണകരമാണ്. പക്ഷേ നാളെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ പുഴയ്ക്ക് താഴെ 15 മീറ്റർ പുഴയുടെ താഴെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടും റഡാർ ഉപയോഗിച്ചുകൊണ്ടും സോണാർ ഉപയോഗിച്ചുകൊണ്ടും കണ്ടെത്തിയ ഒബ്ജക്റ്റ് ലോറിയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവിടെ ഡൈവ് ചെയ്തെത്തണം. സീറോ വിസിബിലിറ്റിയാണ്. ഏകദേശം 20 നോട്ട്സോളം ഒഴുക്കുള്ള ഒരു പ്രദേശമാണ്. കറണ്ട് ഫ്ലോ ഉള്ള ഒരു പ്രദേശമാണ്. അത്ര താഴ്ചയിൽ കിടക്കുന്ന ഒരു പ്രദേശത്ത് സ്വാഭാവികമായും അത്ര വേഗത്തിൽ നമ്മളുടെ ഡൈവേഴ്സിലെത്താൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ എഞ്ചിൻ്റെ ഭാഗത്ത് ചരിഞ്ഞു കിടക്കുന്ന ലോറി എന്നാണ് ഇപ്പോൾ അതുൽ പിള്ളി ഡിഫൻസ് PRO നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ ലോറിയുടെ എഞ്ചിൻ്റെ ക്യാബിനുള്ളിൽ അർജുൻ കുടുങ്ങിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ അർജുൻ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അർജുനെ പുറത്തേക്ക് എത്തിക്കണം. അതിന് നിലവിൽ 15 മീറ്റർ താഴ്ചയിൽ പോകുന്ന സ്കൂബ ഡൈവേഴ്സിന് ടൈം ലിമിറ്റുണ്ട്. ആ ടൈം ലിമിറ്റിനുള്ളിൽ ആ ലോറിയുടെ ക്യാബിനിൽ നിന്ന് അർജുനനെ രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇതാണ് ഏറ്റവും സമഗ്രമായ ജോലി. സീറോ വിസിബിലിറ്റി ഉള്ളൊരു സ്ഥലം. കാരണം അവിടെ കലങ്ങി മറിഞ്ഞാണ് ഗംഗാവലി പുഴയിൽ വെള്ളം ഒഴുകുന്നത്. ഏകദേശം 15 മീറ്റർ താഴ്ചയിൽ ഒഴുകുന്ന വെള്ളമാണ്. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ റിട്രീവ് ചെയ്യുക അത് വെല്ലുവിളി നിറഞ്ഞതാണ് എന്നാണ് ഡിഫൻസ് PRO നമ്മളോട് പറയുന്നതും. ഏറ്റവും സങ്കീർണമാക്കുന്നത് ലോറിയുടെ പൊസിഷൻ കൂടിയാണ്. ലോറി ചരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഗ്ലാസുകൾ പൊട്ടിയിട്ടുണ്ടാവാം. അതിനുള്ളിലേക്ക് തടിക്കഷ്ണങ്ങൾ വന്നിട്ടുണ്ടാവാം. മറ്റു വസ്തുക്കൾ വന്ന് കുമിഞ്ഞു കൂടിയിട്ടുണ്ടാവാം. അതിനുള്ളിൽ നിന്ന് വേണം ഇനി നമുക്ക് അർജുനെ രക്ഷിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അർജുനെ നമുക്ക് തിരികെ എടുക്കാൻ എന്നുള്ളതാണ് നേരിടുന്ന ഏറ്റവും സമഗ്രമായ വെല്ലുവിളി. അതായത് നാളത്തെ ദൗത്യം നേവി അടുത്ത കാലത്ത് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലെ റിക്കവറി മിഷനിലെ ഏറ്റവും ദുർഘടമായ ഒരു മിഷനായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെല്ലുവിളിയായി നിൽക്കുന്നത് നമ്പർ 1 സീറോ വിസിബിലിറ്റി, പ്രതികൂലമായ കാലാവസ്ഥ, ഒഴുക്ക് കൂടുതലുള്ള ഗംഗാവലി, ഒപ്പം ലോറി ചരിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഗ്യാസിൻ്റെ പ്രതലത്തിലേക്ക് ഒരുപക്ഷെ മറ്റു ഒബ്ജക്റ്റുകൾ വന്ന് ഇടിച്ച് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യത. ആ ഒഴുക്കിൽ അർജുൻ അവിടെ തന്നെ ഉണ്ടാകാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അർജുൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് നമുക്കറിയില്ല. ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം നാളെ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റവുമായിട്ട് എത്തും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 101-ാം മണിക്കൂറിലേക്ക് റിപ്പോർട്ടറിൻ്റെ അർജുന് വേണ്ടിയുള്ള ഈ തെരച്ചിലിൻ്റെ ദൗത്യം പിന്നിടുകയാണ്. വലിയ വാർത്തകളുടെ പിന്നാലെ പോകാതെ ആകെ 3-4 മണിക്കൂർ മാത്രമാണ് ഇതിനിടയിൽ നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ചുള്ളൊരു അനാലിസിസ് നടത്തിയത്. അതല്ലാതെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊന്നും പോകാതെ തലക്കെട്ടുകൾ മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് തുടർച്ചയായി അർജുൻ്റെ മിഷനിൽ, ശിരൂർ മിഷനിൽ തന്നെയാണ് റിപ്പോർട്ടർ TV നിലയുറപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളും സർക്കാരിൽ വേണ്ടത്ര സമയത്ത് വേണ്ടത്ര രീതിയിൽ തന്നെ നമ്മൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. തീർച്ചയായിട്ടും SP റിപ്പോർട്ടറിൻ്റെ പേരെടുത്ത് പറയുകയൊക്കെ ചെയ്തു. നിങ്ങൾ സർക്കാരിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമുക്ക് വിമർശിക്കേണ്ടി വരും. പക്ഷേ SP-യുമായി നമുക്ക് അത്ര പേഴ്സണൽ വിരോധമൊന്നുമില്ല. തീർച്ചയായിട്ടും SP അതിനുശേഷം നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലുമാണ്. അതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ ട്രാക്കിലാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എന്നത് പറയാൻ നമ്മളവിടെ പോകേണ്ടി വന്നു. നമ്മളത് പറഞ്ഞു. അതിൽ സ്വാഭാവികമായും അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഇടപെടൽ വരുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദങ്ങളായിട്ട് മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ട് ആരോട് നമുക്ക് വ്യക്തിപരമായ വിരോധമോ ആരെയും നമ്മൾ അടച്ചാക്ഷേപിക്കാനോ ഇല്ല. പക്ഷേ ഒരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്യാധുനിക സംവിധാനങ്ങളോട് കൂടി നടത്തേണ്ട തെരച്ചിൽ സിവിലിയൻ തെരച്ചിലിൻ്റെ മാതൃകയിലായിപ്പോയതിൽ ഒരു അനാസ്ഥയുണ്ട്, ഒരു സിസ്റ്റത്തിൻ്റെ പാളിച്ചയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ആരെങ്കിലും ചോദിക്കണമല്ലോ, ഇനി എങ്ങോട്ടാണ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിന് ഉത്തരം പറയാൻ പറ്റുന്ന ആളുകൾ ആരും ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല. മുതിർന്ന ജില്ലാധികാരികൾ ആരും തന്നെ ഞായറാഴ്ചയ്ക്ക് മുമ്പ് അവിടെ എത്തിയിരുന്നില്ല. മുഖ്യമന്ത്രി എത്തിയതോടു കൂടിയാണ് കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടപ്പോൾ കുറച്ചുകൂടി മുതിർന്ന ഉദ്യോഗസ്ഥരെ അവിടെ ഡെപ്യൂട്ട് ചെയ്യുന്നതും ആർമി എത്തിയതോടു കൂടിയാണ് അതിനൊരു സിസ്റ്റം ഈ തെരച്ചിലിന് ഉണ്ടാവുന്നതും. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് നമ്മൾ നൽകിയത്. നമ്മൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ആരോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധമോ അവരെയൊന്നും നമുക്കിപ്പോൾ വിമർശിക്കേണ്ട സമയമല്ല. നാളെ പുലർച്ചയിൽ നമ്മൾ കാത്തിരിക്കുന്ന കാഴ്ച, ലോങ് ബൂം എക്സ്കവേറ്ററുകൾ നാളെ നദിയുടെ തടത്തിലേക്ക് ഇറങ്ങും. അവിടെ പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന ബെഡിലേക്ക് ഈ മെഷീൻ ഇറങ്ങി ചെളിയിൽ പുതയാതെ അവിടെ നിന്നും 60
20 അടിയോളം ദൂരത്തിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ വിരലുകൾ ഉയർത്തി ഈ ലോറിയുടെ ഭാഗത്തുള്ള മണ്ണുകൾ മാറ്റും. അവിടേക്ക് സ്കൂബ ഡൈവേഴ്സ് നാളെ തെളിഞ്ഞ വെളിച്ചത്തിൽ നല്ല തെളിനീരൊഴുക്ക് നാളെ ഉണ്ടാവട്ടെ, വിസിബിലിറ്റി കൂടട്ടെ, അവിടെ ഡ്രൈവർമാർക്ക് ചെന്നെത്താൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നമ്മൾ ഈ ഘട്ടത്തിലും ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോഴും കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്, നാളെ 12 മണിയോടുകൂടി അർജുനെ നമുക്കതിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധിക്കും, അതിന് നേരിടുന്ന വെല്ലുവിളികളെ നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്നാണ്. നമുക്കിനിയൊരു പ്രതീക്ഷ ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് നിലവിൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്ന ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റത്തിലാണ്. ആ ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നാളെ നമ്മൾ കൂടുതൽ ശക്തമായ തെരച്ചിൽ നടത്തുക.